ഹലോ, നമ്മളിന്ന് ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ചാനലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഫോർ കെമിസ്ട്രി സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മളിതിൽ കെമിസ്ട്രി ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇപ്പോൾ ബോർഡ് എക്സാം വരുന്നത് കൊണ്ട് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനാണ് കോൺസെൻട്രേഷൻ. നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനാണ്. കാരണം അവർക്ക് എക്സാം ആവാൻ ഓൾമോസ്റ്റ് ഒക്ടോബർ, ഇനി നവംബർ, ഡിസംബർ, ജാൻ ആകുമ്പോഴത്തേക്ക് അവരുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നേ വരെ പഠിക്കാത്ത ആൾക്കാരും പഠിച്ചിട്ട് മാർക്കില്ലാത്ത ആൾക്കാർക്കുമാണ് മെയിൻലി ഈ ഒരു ചാനൽ കൊണ്ട് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതുവരെ മാർക്ക് കിട്ടാത്തവരും പഠിക്കാത്തവരൊന്നും വിഷമിക്കേണ്ട. പ്രോപ്പറായിട്ട് ഈ ചാനൽ കണ്ടിട്ട് കറക്റ്റായിട്ട് നോട്ട്സ് എഴുതി ഞാൻ പറയുന്ന പോലെ പഠിച്ചാൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു 100% മാർക്ക് ഇൻ കെമിസ്ട്രി. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടുതൽ നമ്മൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാണ്. ടുഡേ ഈസ് ദ ഫസ്റ്റ് ക്ലാസ്. അപ്പം ഫസ്റ്റ് ക്ലാസ് തന്നെ യൂഷ്വലി നമുക്കൊരു പുതിയ ടീച്ചർ വന്ന വാട്ട് ഹാപ്പൻസ് ഇൻ ദ ക്ലാസ്, ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. സോ ടുഡേ ഓൾസോ വി ആർ ഗോയിങ് ടു ഹാവ് എ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. ബട്ട് നമ്മുടെ ക്ലാസ് പോലെയല്ല, ആൾക്കാരെ പേര് ചോദിക്കാനൊന്നും നമ്മുടെ എല്ലാവരും ഇല്ലല്ലോ. സോ ബെറ്റർ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ് ഇൻ കെമിസ്ട്രി. അതായത് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് 8th-ലും 9th-ലും പഠിച്ച ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു റിഫ്രഷ്മെൻറ്റ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ അതിൽ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഓർത്തെടുക്കാനും പറ്റും. ഇനി വരുന്ന ടോപ്പിക്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ടേം പറയുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ നമ്മൾ പറഞ്ഞ് കെമിസ്ട്രി പഠിക്കാനാണ്. സോ വാട്ട് ഈസ് കെമിസ്ട്രി? ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവില്ല, എക്സാമിന് വരത്തില്ല, ഒക്കെ ശരിയാണ്. ബട്ട് വി ഷുഡ് നോ വാട്ട് ഈസ് കെമിസ്ട്രി അല്ലേ. കെമിസ്ട്രി എന്താണെന്ന് അറിയാതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? കെമിസ്ട്രി നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത ലോട്ട് ഓഫ് ഡെഫിനിഷൻസ് അതെ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഡെഫിനിഷനാണ് പറയുന്നത്. വാട്ട് ഈസ് കെമിസ്ട്രി? Chemistry is a branch of science which deals with the properties, structure, and composition of matter. Chemistry is a branch of science which deals with the composition, properties, and structure of matter. ഒരു ടേം വന്നേ അതിൽ മാറ്റർ. കുറച്ചുകൂടി ഈസിയായി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ സയൻസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഇറ്റ്സ് എ സയൻസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. വീണ്ടും 2 ടേം വന്ന് ആറ്റംസ്, മോളിക്യൂൾ. ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുണ്ട്, ഓർ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. ബട്ട് ഇപ്പോൾ പെട്ടെന്നൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ അതെന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ ഓരോരോ ടേമായിട്ട് പറയാം. ഫസ്റ്റ് ടേം കംസ് ദി മാറ്റർ. അപ്പോൾ നമ്മൾ 9th ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മാറ്റർ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. റീകോൾ ചെയ്ത് നോക്കുക എന്തായിരുന്നു മാറ്റർ അല്ലേ. അപ്പോൾ മാറ്ററിന് നമുക്കൊരു ഡെഫിനിഷൻ വേണം. ഇറ്റ്സ് എ ടേം ഫോർ എനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഇറ്റ്സ് എ ടേം ഫോർ എനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. അതൊരു ഒരു കുഞ്ഞ് ഡെഫിനിഷനായിപ്പോയി. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ വാട്ട് ഈസ് എ മാറ്റർ? എ മാറ്റർ ഇസ് എനിത്തിങ് വിച്ച് ഹസ് മാസ് and occupies a space. ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് എ മാറ്റർ? എ മാറ്റർ ഇസ് എനിത്തിങ് വിച്ച് ഇസ് ഹാവിങ് എ മാസ് ആൻഡ് ഒക്യുപ്പൈസ് എ സ്പേസ്. അതായത് ഒരു മാറ്റർ എന്ന് പറയുന്നത് അതിന് ഒരു മാസ് ഉണ്ടായിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ഒക്യുപ്പൈസ് എ സ്പേസ്. ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു മെറ്റീരിയലിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ matter. We can call it as a matter. So what is a matter? A matter is anything which has a mass and occupies a space. നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് നമ്മൾ റീകോൾ ചെയ്യുന്നതേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ എക്സാമ്പിളായി പറയാം, ട്രീ, കാർ, ബസ്, ഇതൊക്കെ മാറ്ററാണ്. ഇനി കുറച്ചുകൂടെ ഒന്ന് പറയണേ, ഷുഗർ, സോൾട്ട്, അങ്ങനത്തെ കോമ്പൗണ്ട്സൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് എ മാറ്റർ. ഇനി കുറച്ചുകൂടെ ഒന്നുകൂടെ പറയണമെങ്കിൽ ആറ്റംസ്, മോളിക്യൂൾസ്, പ്രോട്ടോൺസ് ഒക്കെ എന്താണ്? ഇറ്റ്സ് എ മാറ്റർ. അപ്പോൾ മാറ്റർ അല്ലാത്തത് എന്തൊക്കെയാണ്? മാറ്റർ അല്ലാത്തതിന് കുറച്ച് എക്സാമ്പിളാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ലൈക്ക് റേഡിയേഷൻ, സൗണ്ട്, ഹീറ്റ്, ഇതൊക്കെ എന്താണ്? മാറ്റർ അല്ല. സോ മാറ്റർ ഷുഡ് ഹാവ് എ മാസ് ആൻഡ് ഒക്യുപ്പൈസ് എ സ്പേസ്. മനസ്സിലായല്ലോ മാറ്റർ? ഇനിയിപ്പം നമ്മൾ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാണ്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലേ നമ്മൾ ആറ്റംസിലും മോളിക്യൂൾസിലേക്കും എത്തത്തുള്ളൂ. സോ മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. എന്തൊക്കെയാണ് 2 ടൈപ്സ്? A pure substance and a mixture. Matter can be classified into a pure substance and a mixture. നമ്മളിതിൽ മിക്സ്ചറിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. കാരണം പ്യൂർ സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ലെസൺ. സോ മിക്സ്ചർ നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റീകോൾ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോയാൽ മതി. അപ്പം നമ്മൾ പറഞ്ഞു മാറ്റർ ഇസ് എനിത്തിങ് വിച്ച് ഹസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ്. മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, മിക്സ്ചേഴ്സ് ആൻഡ് പ്യൂർ സബ്സ്റ്റൻസ്. സോ what is a mixture? A mixture is a combination of 2 or more substance such that each substance retain their chemical identity. വലിയ ഡെഫിനിഷനാണോ? അല്ല, സിമ്പിൾ കാര്യങ്ങളാണ്. എ മിക്സ്ചർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more substance such that each substance retain their chemical identity. അതായത് മിക്സ്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷനാണ്. എന്തിൻ്റെ? 2 or more സബ്സ്റ്റൻസിൻ്റെ ഒരു കോമ്പിനേഷൻ. സച്ച് ദാറ്റ് എന്താണ്? ഈച്ച് കോമ്പണൻറ്റ് റീറ്റെയിൻ ദെയർ കെമിക്കൽ ഐഡൻറ്റിറ്റി. അവർക്കതായ ഒരു കെമിക്കൽ അവരെന്ത് മിക്സ്ചറിൽ പെട്ടാലും ദി ഹാവ് ദെയർ ഓൺ കെമിക്കൽ ഐഡൻറ്റിറ്റി. അവരെ കെമിക്കലായിട്ട്, അതായത് അവരൊരു ക്യാരക്ടർ വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. അതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് മിക്സ്ചേഴ്സ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന, ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു മിക്സ്ചറില്ലേ, സെയിം അതന്നെ ഇതിന് നല്ലൊരു എക്സാമ്പിളാണ്. അതായത് ഈ മിക്സ്ചറിൽ നമ്മൾ കഴിക്കുന്ന മിക്സ്ചറിലെ കടലയുണ്ടാവും, പിന്നെ ഒരു ടൈപ്പ് ഓഫ് പൊട്ട് കടല പോലത്തെ ഒരു ചെറിയ കടല, പിന്നെ കോല് പോലത്തെ ഒരു സാധനം ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ മിക്സ്ചർ എന്ന് പറയുന്ന സാധനം. ചില മിക്സ്ചറിൽ നമുക്ക് കാഷ്യൂം കാണാൻ പറ്റും. ഇനിയിപ്പം നമ്മൾ കടല ഇഷ്ടമുള്ള ആൾക്ക് കടല മാത്രം എടുത്ത് കഴിക്കാമല്ലോ ഇല്ലേ. ഇനി ആ ചെറിയ പൊട്ടുകടലയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്കത് മാത്രം കഴിക്കാം. ഇനി ആ കോല് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അതെടുത്ത് കഴിക്കാം. ഇനി ഈ കഴിക്കുന്ന കടലേൻ്റെ ടേസ്റ്റ് അല്ലേ ഉള്ളത്, അല്ലാതെ വേറെ ആ പൊട്ടുകടലേൻ്റെയോ അതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ലല്ലോ ഉള്ളത്. അല്ലെങ്കിൽ ആ പൊട്ടുകടലയ്ക്ക് സെയിം അതിൻ്റെ ടേസ്റ്റ് അതിനുണ്ട്. ഇനി കാഷ്യൂ എടുത്ത് കഴിച്ചാലോ അതിനും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ദ സെയിം ലൈക്ക്, അതായത് അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി. സോ മിക്സ്ചർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സബ്സ്റ്റൻസസ് സച്ച് ദാറ്റ് ഈച്ച് സബ്സ്റ്റൻസ് റീറ്റെയിൻ ദെയർ കെമിക്കൽ ഐഡൻറ്റിറ്റി. ഇതാണ് മിക്സ്ചറിൻ്റെ ഡെഫിനിഷൻ. ഇനി അതിൽ സ്പെഷ്യലായിട്ടുള്ളൊരു സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയാനുള്ളത്, മിക്സ്ചേഴ്സ്, ദ കോമ്പണൻസ് ഇൻ എ മിക്സ്ചർ ഡു നോട്ട് അണ്ടർഗോ എനി കെമിക്കൽ റിയാക്ഷൻ. അതായത് മിക്സ്ചറിലെ കോമ്പണൻസ് തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇല്ല. മനസ്സിലായല്ലോ, ഇതാണ് മിക്സ്ചർ എന്നുള്ളത്. എക്സാമ്പിൾ, സോൾട്ട് ആൻഡ് വാട്ടർ. സോൾട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സോൾട്ടിൻ്റെ ടേസ്റ്റ് ഇല്ലേ, വെള്ളത്തിൻ്റെ നേച്ചർ കാണിക്കുന്നില്ലേ, ഉണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷുഗർ ആൻഡ് വാട്ടർ. ഷുഗറിൻ്റെ ടേസ്റ്റ് അല്ല വെള്ളത്തിൽ അലിഞ്ഞാലും നമുക്ക് കിട്ടുന്നത്. വെള്ളത്തിൻ്റെ ടെക്സ്ചറിൽ മാറ്റം വരുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു മിക്സ്ചറിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ സാൻഡ് ഇൻ വാട്ടർ, പിന്നെ സാൻഡ്, ഇതൊക്കെ മിക്സ്ചേഴ്സാണ്. പിന്നെ മിക്സ്ചേഴ്സിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും ബേസ്ഡ് ഓൺ ദ യുണീക്നെസ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ്, അതായത് ഈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെ ഈ മിക്സ്ചറിൽ അതായത് യൂണിഫോം ആയിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് വി ആർ ക്ലാസിഫൈങ് ദ മിക്സ്ചേഴ്സ് ഇൻ ടു 2 ടൈപ്പ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. So mixtures are classified on the basis or how uniform these particles are there in the mixture or according to their particle size. അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് we can classify the mixtures into 2 types. They are homogeneous mixtures and heterogeneous mixtures. അപ്പോൾ മിക്സ്ചേഴ്സിനെ നമ്മൾ 2 types ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. One is homogeneous and second one is heterogeneous mixtures. അപ്പം നമ്മളിനി പറയാൻ പോകുന്നത് വാട്ട് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പം നമ്മൾ മാറ്റർ പറഞ്ഞു. മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, മിക്സ്ചേഴ്സ് ആൻഡ് പ്യൂർ സബ്സ്റ്റൻസസ്. മിക്സ്ചേഴ്സ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഞാൻ ഈ ക്ലാസ്സിൽ നോട്ട്സ് എഴുതി കാണിക്കുന്നില്ല, ബിക്കോസ് ഓൾറെഡി വി ഹാവ് ലേൺ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് യു ക്യാൻ കീപ്പ് എ ബുക്ക്. എന്തായാലും എൻ്റെ നെക്സ്റ്റ് ക്ലാസ് മുതൽ യു ഹാവ് ടു കീപ്പ് എ ബുക്ക്. അപ്പോൾ ഈ ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ ബേസിക്സ് ആയിട്ട്
മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പോയിൻ്റാക്കി എഴുതി വെച്ചാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് യൂസ്ഫുൾ ഫോർ യു. ബിക്കോസ് ഇതൊരു ജനറൽ ടോപ്പിക്കാണ്. ഇത് നമ്മൾ 11th 12th സയൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. ഇത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇത് പഠിച്ചേ നമുക്ക് ബാക്കി എന്തും പഠിക്കാൻ പറ്റുള്ളൂ. സോ യു ക്യാൻ കീപ്പ് ഇറ്റ് ആസ് ഈ ഒരു നോട്ട് നമ്മൾ സയൻസാണ് എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതെപ്പോഴും കയ്യിൽ വെക്കാൻ പറ്റുന്നൊരു നോട്ടായിരിക്കും. അപ്പോൾ എന്താ നെക്സ്റ്റ് പറയുന്നത്, വാട്ട് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ ദോസ് വിച്ച് ഹാവ് സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ദി സാമ്പിൾ. അതായത് ഈ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് അവരെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം ആയിരിക്കും. യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ദി സാമ്പിൾ. The constituent particles cannot be seen even with our naked eye. നമ്മൾ ഈ കണ്ണുകൊണ്ട് സാധാ കണ്ണുകൊണ്ട് വെച്ച് കാണാൻ പറ്റില്ല. ആൻഡ് നോട്ട് ഈവൻ വിത്ത് എ പവർഫുൾ മൈക്രോസ്കോപ്പ്. അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പ് വെച്ചാൽ പോലും നമുക്കതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഇൻ ദിസ് മിക്സ്ചർ, in homogeneous mixture, the constituent particles are uniform throughout the sample. രണ്ട് പേരും ഒരുപോലെ ഉണ്ടാവും. നമുക്ക് ഈവൻ നമ്മുടെ നേക്കഡ് എന്ന് പറഞ്ഞാൽ ഒന്നും വെക്കാതെ, അതായത് മൈക്രോസ്കോപ്പ് ഒന്നും ഇല്ലാത്ത കണ്ണോണ്ടും കാണാൻ പറ്റില്ല. ഈവൻ ഇറ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പവർഫുൾ മൈക്രോസ്കോപ്പ്. അതാണ് ഈ ഹോമോജീനിയസ് മിക്സ്ചർ. അതായത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ ദോസ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് the constituent particles are uniform throughout and the particles cannot be seen even under a powerful microscope. എക്സാമ്പിൾ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. എയറിൽ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ നിൽക്കുമ്പോൾ ഈ നിൽപ്പത്തിന് നമ്മളെ ചുറ്റും എയറിലുണ്ട്. പക്ഷെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് കോമ്പിനേഷൻ ഓഫ് മെനി പാർട്ടിക്കിൾസ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇവിടെ നൈട്രജൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഓക്സിജൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഡസ്റ്റ് ഉണ്ട്. ഇല്ല, വി കനോട്ട് ഐഡൻറ്റിഫൈ വിത്ത് അവർ ഐസ്. സോ അതൊരു ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആയിട്ട് പിന്നെ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതേപോലെയാണ് സീ വാട്ടറിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. ഇറ്റ്സ് ഓൾസോ മിക്സ്ഡ്. നമുക്ക് അതിൽ ഓരോന്നെടുത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ല. സോ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു യൂണിഫോം കോമ്പോസിഷൻ ഉണ്ടാവും ത്രൂ ഔട്ട് ദി സാമ്പിൾ. നമുക്കതിനെ പെട്ടെന്നൊന്നും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് കംസ് ദി ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ബിക്കോസ് നമ്മൾ പഠിച്ചതാണ്. നമ്മളൊരു ടോപ്പിക് എടുക്കും, മിക്സ്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരാൻ മാത്രമാണ് ഈ ഒരു ടോപ്പിക്ക് പറയുന്നത്. Heterogeneous mixture. What is a heterogeneous mixture? Heterogeneous mixtures are those mixtures in which the constituent particles are not uniform and they have two or more parts or phases. We can call it as phases like solid or liquid. അതായത് heterogeneous mixture, the constituent particles are not uniform throughout and they consist of two or more parts. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാർട്സ് ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് പറയാം, വാട്ടർ ആൻഡ് സാൻഡ്. നമ്മൾ വെള്ളത്തിൽ സോയിൽ കലക്കി എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? സോയിൽ താഴെ കിടക്കും, വാട്ടർ എന്തേ കിടക്കും? വാട്ടർ മുകളിലുണ്ടാവും. അപ്പോൾ എന്താ, രണ്ട് ഫേസ് ആയിട്ട്, ഒരു സോളിഡ് ഫേസ് ആയിട്ട് ലിക്വിഡ് ഫേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതൊരു മിക്സ്ചറാണോ? ചോക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. ഇറ്റ് വോണ്ട് ഡിസോൾവ്. നമുക്ക് രണ്ട് ബൗണ്ടറി ആയിട്ട് തന്നെ കാണാം. ചോക്ക് പൗഡർ താഴെയും വാട്ടർ മുകളിലും. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ്, ദറ്റ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ത്, കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ക്യാൻ ബി ഈസിലി വിസിബിൾ വിത്ത് അവർ നേക്കഡ് ഐ. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് ഈസിലി വിസിബിളാണ് ഈ ഹെട്രോജീനിയസ് മിക്സ്ചറിലെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ്. ആൻഡ് ദീസ് മിക്സ്ചേഴ്സ് ഹാവ് എ വിസിബിൾ ബൗണ്ടറീസ്. ഇവർക്ക് രണ്ട് പേർക്ക്, അതായത് ഈ മിക്സ്ചേഴ്സിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചോക്ക് ആൻഡ് വാട്ടർ നമുക്ക് കാണാമല്ലോ, ഇവിടെ ചോക്കാണ്, ഇവിടെ വാട്ടറാണ്, അല്ലെങ്കിൽ ഇവിടെ സാൻഡാണ്, ഇവിടെ വാട്ടറാണ്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വാട്ട് ഈസ് എ മിക്സ്ചർ എന്ന് പറഞ്ഞു. ദർ ആർ ടു ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സിനെ പറഞ്ഞു, homogeneous and heterogeneous, depending upon the size of the constituent particle or how the particles are uniformly throughout the sample. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ ഹോമോജീനിയസ് ആയിട്ടും ഹെട്രോജീനിയസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, മാറ്ററിനെ ടു ടൈപ്പ് ഓഫ് ക്ലാസിഫൈ ചെയ്തു, മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്.
ഇനി എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയണ്ടേ? മിക്സ്ചർ നമ്മൾ പറഞ്ഞല്ലോ. സോ വി ഹാവ് ടു ഗോ വിത്ത് വാട്ട് ഈസ് എ pure substance. What is a pure substance? So, what is a pure substance? It's a sample of matter with both definite and distinct composition and a distinct chemical identity. വീണ്ടും വലുതായ ഡെഫിനിഷൻ ഇല്ല. എന്താണ്? സിമ്പിളാണ്. വാട്ട് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്? ഇറ്റ്സ് എ സാമ്പിൾ ഓഫ് മാറ്റർ. മാറ്റർ തന്നെയാണ്. വിച്ച് ഹാവ് ബോത്ത്, രണ്ടുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. അതിന് സ്വന്തമായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും ഡെഫിനിറ്റ് ആയിട്ട് ഒരു കോമ്പോസിഷൻ ഉണ്ടാവും. മിക്സ്ചർ പോലെയല്ല. മിക്സ്ചറിൽ പലതും പല സാധനം. ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ ആൻഡ് എ ഡിസ്റ്റിങ്ക്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി. അതിന് സ്വന്തമായിട്ടൊരു കെമിക്കൽ പ്രോപ്പർട്ടിയുമുണ്ട്. എക്സാമ്പിൾ, വാട്ടർ. ഇറ്റ്സ് എ പ്യുവർ സബ്സ്റ്റൻസ്. അതിന് സ്വന്തമായിട്ടൊരു കോമ്പോസിഷൻ ഉണ്ട്, സ്വന്തമായിട്ടൊരു നേച്ചർ ഉണ്ട്. ഡയമണ്ട്, ഇറ്റ്സ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഇതിനും സ്വന്തമായിട്ടൊരു കോമ്പോസിഷൻ ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ കെമിക്കൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഗോൾഡ്, ഷുഗർ, സോൾട്ട്, ഇവരൊക്കെ എന്താണ്? ഇറ്റ്സ് എ പ്യുവർ സബ്സ്റ്റൻസ്. ദേ ഹാവ് എ ഡെഫിനിറ്റ് കോമ്പോസിഷൻ. അവരൊരു കോമ്പോസിഷൻ മാറിയാൽ തന്നെ, എക്സാമ്പിൾ നമുക്കറിയാം, H2O ആണ് വാട്ടർ അല്ലേ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്വൻ്റ്, ഒരു കോമ്പോസിഷൻ മാറിയാൽ വാട്ടർ മാറി, വി വോണ്ട് ഗെറ്റ് വാട്ടർ. സോ ദേ ഹാവ് എ ഡെഫിനിറ്റ് ആൻഡ് എ ഡിസ്റ്റിങ്ക്റ്റ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് എ ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു കെമിക്കൽ ബിഹേവിയറുമുണ്ട്. ഇതാണ് പ്യുവർ സബ്സ്റ്റൻസ്. അപ്പം നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് അല്ലേ പറയുന്നത്. അപ്പം ഇനി പ്യുവർ സബ്സ്റ്റൻസ് തന്നെ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, എലിമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് എന്താണ്? എലിമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. വാട്ട് ഈസ് ആൻ എലിമെൻറ്റ്? നമ്മൾ കുറേ കാലങ്ങളായി പഠിക്കുന്ന കാര്യങ്ങളാണ്. 8th മുതൽ എലിമെൻറ്റ് അല്ലേ? അല്ലെ കോമ്പൗണ്ട്. ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഇല്ല. സോ വാട്ട് ഈസ് ആൻ എലിമെൻറ്റ്? Element is a simplest form of a matter that cannot be split into a simpler substance or cannot be built up from a simpler substance by ordinary physical or chemical method. വലിയ ഡെഫിനിഷനാണോ? അല്ല. പറയുമ്പോൾ വലുതാണ്, മനസ്സിലാക്കി. ഇറ്റ്സ് എ സിമ്പിൾ ഡെഫിനിഷൻ. വാട്ട്സ് എൻ എലിമെൻറ്റ്? ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ മാറ്റർ. ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ മാറ്റർ which cannot be built up from a simple substance. അതിനെ നമ്മളൊരു സിമ്പിൾ സബ്സ്റ്റൻസ് വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഓർ ഇറ്റ് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു എ സിംപ്ലർ സബ്സ്റ്റൻസ്. അതിനൊരു സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതിനെയാണ് ബൈ ഓർഡിനറി, അതായത് ഓർഡിനറി ഫിസിക്കൽ ഓർ കെമിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്കതിനൊന്ന് ബിൽഡപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ സബ്സ്റ്റൻസ് എന്ന് വെച്ചിട്ട് അത് ബിൽഡപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേറെ ഒരു സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റാനോ നമുക്ക് പറ്റില്ല. അതാണ് എലിമെൻറ്റ്. സോ വാട്ട് ഈസ് എൻ എലിമെൻറ്റ്? ആൻ എലിമെൻറ്റ് ഇസ് എ simplest form of a matter that cannot be built from a simple substance or it cannot be split into a simpler substance. സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെ. കുറേ സിമ്പിൾ വർക്ക് ഉണ്ട്. അതന്നെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ തന്നെയാണത്. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. വി ക്യാൻ ഗിവ് വിത്ത് എൻ എക്സാമ്പിൾ. അതായത് നമ്മളൊരു അയേൺ എടുക്കുക. അയേൺ ഇസ് എ മെറ്റൽ. ഈ അയേൺ ഇസ് എൻ എലിമെൻറ്റ്. മെറ്റലിലേക്ക് പോകുന്നില്ല, നമ്മൾ മെറ്റൽ എന്നൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. അയേൺ ഇസ് എൻ എലിമെൻറ്റ്. ഈ അയേൺ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിച്ചിട്ട് സിംപ്ലർ ആക്കാൻ പറ്റില്ല എന്നല്ല ഡെഫിനിഷൻ്റെ അർത്ഥം. ഇറ്റ് മീൻസ് ദറ്റ് അയേൺ ക്യാൻ ബി ബ്രോക്കൺ. അയേൺ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഗോൾഡ് കിട്ടില്ലല്ലോ. അയേൺ പൊട്ടിച്ച് അയേൺ തന്നെ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് അതിന് വേറെ 2 ചെറിയ ചെറിയ ഗോൾഡിൻ്റെ എടുത്തിട്ട്, ഗോൾഡിൻ്റെ സ്മോൾ പീസസ് എടുത്ത് നമ്മളത് ഫിക്സ് ചെയ്താൽ അയേൺ കിട്ടില്ലല്ലോ, ഗോൾഡല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എന്താ? ഗോൾഡ് ഒരു എലിമെൻറ്റാണ്, അയേൺ ഒരു എലിമെൻറ്റാണ്, സിൽവർ ഒരു എലിമെൻറ്റാണ്. സോ അതായത് ഈ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദി മാറ്റർ. അയൺ അതൊരു മാറ്ററാണ് അല്ലേ? ഇനി അതിനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് വേറൊരു സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കാൻ മാറ്റാൻ പറ്റില്ല. അയണിൻ്റെ ചെറിയ കഷ്ണമാക്കാൻ പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്. അതിനെ നമുക്ക് വേറൊരു സിമ്പിൾ സബ്സ്റ്റൻസ്, അതായത് ഗോൾഡോ സിൽവറോ ലെഡോ ഒന്നും ആക്കാൻ പറ്റില്ല. ഇനി ഗോൾഡോ സിൽവറോ ലെഡോ എടുത്തുകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അയൺ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതുതന്നെയാണ് എലിമെൻറ്റ്. ഇറ്റ് ഈസ് എ പ്യുവർ ഫോം. അതൊരു പ്യുവർ ഫോം ആയിട്ടുള്ളൊരു ഒരു മാറ്ററാണ്. അത് നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരാളാക്കാനോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും എലിമെൻറ്റിനെ ജോയിൻ ചെയ്തിട്ട് ഈ അയൺ ആക്കാനോ പറ്റത്തില്ല. അതാണ് എലിമെൻറ്റ്.
ഇനി എലിമെൻറ്റ്സിനെ തന്നെ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്സ്. ദേ ആർ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ദ എലിമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് into metals, non-metals and metalloids. ഈ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് നമ്മൾ ലെസണിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞ ഇപ്പം പ്യോർ സബ്സ്റ്റൻസിന് 2 types ആയി ക്ലാസിഫൈ ചെയ്തിട്ടു, എലിമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. നെക്സ്റ്റ് കം കോമ്പൗണ്ട്സ്. വാട്ട് ഈസ് എ കോമ്പൗണ്ട്? So, a compound. A compound is a substance formed by the combination of two or more elements in a definite proportion. And they can be separated by suitable chemical method. Not by physical method, by suitable chemical method. മനസ്സിലായോ? What is a compound? Compound is a combination of two or more elements combined in a definite proportion. ആ definite proportion ഇവിടെ ഭയങ്കര വാല്യൂ ഉണ്ട്. വല്ല രീതിയിലും അല്ല. It's a definite proportion with a definite proportion and can be split up by suitable chemical method. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. എന്താ വെച്ചാൽ നമ്മുടെ ഉപ്പിന് എന്താ കെമിക്കലി നമ്മൾ പറയാം? സോഡിയം ക്ലോറൈഡ്. അതായത് സോഡിയം Na ആൻഡ് ക്ലോറിൻ Cl നമുക്കറിയാം. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഇതെന്താ? 2 എലിമെൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുക. അതായത് സ്യൂട്ടബിൾ പ്രപ്പോർഷനിലാണ്, കറക്റ്റ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ആളാണ് എന്ത്? സോഡിയം ക്ലോറൈഡ്. അതൊരു കോമ്പൗണ്ടാണ്. സോഡിയം ക്ലോറൈഡ്. അത് Na ഉണ്ട്, Cl ഉണ്ട്. സോഡിയം ക്ലോറിൻ ദേ ആർ കമ്പൈൻഡ് ഇൻ എ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ടു മേക്ക് സോഡിയം ക്ലോറൈഡ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ കോമ്പൗണ്ട്സ് കണ്ട എലിമെൻറ്റ്സ് പഠിച്ചുകൊണ്ടല്ലേ നമുക്ക് കോമ്പൗണ്ട്സ് പഠിക്കാൻ പറ്റുന്നുള്ളൂ. അതായത് കോമ്പൗണ്ട്സിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more എലിമെൻറ്റ്സ്. അപ്പോൾ എലിമെൻറ്റ്സ് എന്താണെന്ന് അറിയണമല്ലോ നമ്മൾ. 2 or more എലിമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ സ്യൂട്ടബിൾ കെമിക്കൽ മെത്തേഡ്. എലിമെൻറ്റ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, അതിനെ സിംപ്ലറാക്കി പറ്റില്ല, അവരെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. കോമ്പൗണ്ട് അല്ലേ, 2 എലിമെൻറ്റ്സിന് സ്യൂട്ടബിൾ പ്രപ്പോർഷനിലെടുത്താൽ വി ക്യാൻ മേക്ക് കോമ്പൗണ്ട്സ്. അതാണ് എലിമെൻറ്റ്സും കോമ്പൗണ്ട്സും. എന്താ കോമ്പൗണ്ട്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മൾ എന്നും കേൾക്കുന്ന കാര്യം ആറ്റംസ്. കാരണം ഇതൊക്കെ ഈ ക്ലാസ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ലെസണിൽ ഇതൊക്കെ വേണം. എടുക്കുന്ന ടോപ്പിക്കിൽ ഈ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അയ്യോ അവിടെ എന്തായിരുന്നു അല്ലെങ്കിൽ അതെന്തായിരുന്നു എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരരുത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റം. വീണ്ടും വന്നു, നമ്മൾ കുറേ കാലങ്ങളായി കേൾക്കുന്ന കാര്യമാണ് ആറ്റം അല്ലേ? ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞിട്ട് പോവാം എന്താണ് ആറ്റം, അതിൽ ആറ്റോമിക് നമ്പർ ഉണ്ട്, ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ബട്ട് വി ഹാവ് ടു, നമുക്കെല്ലാം അറിഞ്ഞാലേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് ലെസണിൽ മനസ്സിലാവാനുള്ളൂ. സോ അപ്പം ആറ്റം എന്ന് പറയുന്നത് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലിമെൻറ്റ്. The smallest particle of an element which may or may not have independent existence. What? Atoms are very small. Very small എന്ന് പറഞ്ഞാൽ we cannot imagine the size of an atom. നമ്മൾ വിചാരിക്കുക ആ സ്മോൾ അല്ല, വളരെ 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 we cannot imagine അത്രയും സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടിക്കിളാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. The atoms are very 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 small. Atoms are made up of, കേട്ട വാക്കുകളാട്ടോ അല്ലെങ്കിൽ കേട്ട ടേംസാണ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സോ വാട്ട് ഈസ് എൻ ആറ്റം? നമ്മൾ പറഞ്ഞാൽ ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ആൻ എലിമെൻറ്റ് that may or may not have an independent existence. Atoms are very small ആണ്. എന്നിട്ടും നമ്മൾ പറയും ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ ഓരോന്നും ഈ 8th and 9th പഠിച്ചതുകൊണ്ടാണ് ഓരോന്നെടുത്ത് ഡീറ്റെയിലിൽ പോകാത്തത്. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് മാത്രം, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. സോ വാട്ട് ഈസ് പ്രോട്ടോൺ? പ്രോട്ടോൺസ് ആ പി എന്നാലോചിച്ചത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ എൻ ആറ്റം ഇസ് കോൾഡ് പ്രോട്ടോൺസ്. പോസിറ്റീവും പിയും, പോസിറ്റീവ് സൈൻ അറിയാലോ. ദാറ്റ് ഈസ് പ്രോട്ടോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ എൻ ആറ്റം ഇസ് കോൾഡ് ആസ് പ്രോട്ടോൺസ്. ഇപ്പം ന്യൂട്രൽ കണ്ടോ, ന്യൂട്രോൺ അതായത് ദ പാർട്ടിക്കിൾസ് വിച്ച് ദാറ്റ് ഹാസ് നോ ചാർജ്, ദ പാർട്ടിക്കിൾസ് വിച്ച് ദേ ഹാവ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും ന്യൂട്രലാണ്, ഒരു ചാർജുമില്ല. അപ്പം ന്യൂട്രോൺസ് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾ ദാറ്റ് ഹാവ് നോ ചാർജ്
ആർ കോൾഡ് ആസ് ന്യൂട്രോൺസ്. അപ്പോൾ പോസിറ്റീവ് പ്രോട്ടോൺസ് പറഞ്ഞാൽ ന്യൂട്രലായിട്ട് ന്യൂട്രോൺ. അപ്പോൾ ഇലക്ട്രോൺസ് എന്താ? The negatively charged particles found in an atom is called as electron. The negatively charged particle found in an atom is called as electron. അപ്പോൾ നമ്മൾ പറഞ്ഞു എലിമെൻ്റ്, അതായത് അയേണിൻ്റെ ഏറ്റവും സ്മോൾ ആയിട്ടുള്ളൊരു അയൺ. ഈ അയണിൽ കുറേ അയൺ കൂടി ചേർന്നിട്ടാണല്ലോ അയൺ കിട്ടുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ആറ്റത്തിൻ്റെ മോഡലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതൊന്ന് പറഞ്ഞേക്കാം. ആറ്റത്തിന് സെൻട്രലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ആറ്റത്തിൻ്റെ സെൻട്രലിൽ അറിയാം, ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ഈ ന്യൂക്ലിയസിൽ ആരാ ഉള്ളത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസും ന്യൂട്രൽ ചാർജുള്ള ന്യൂട്രോൺസും. തെറ്റിക്കരുത്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും ന്യൂട്രൽ ചാർജ് ആയിട്ടുള്ള ന്യൂട്രോൺസും. ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? ദേ ആർ റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത്. ഈ ന്യൂട്രോൺസ് ഈ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത്. ഒരു ഡെഫിനിറ്റ് ആയിട്ട് പാത്തിലൂടെ പോകുന്നുണ്ട്. അതിന് നമ്മൾ ഓർബിറ്റ് എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് എൻ ആറ്റം എന്ന് പറഞ്ഞു. ആറ്റത്തിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻ ആറ്റം ആസ് സച്ച് ന്യൂട്രലാണ്. ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ല, അതായത് പോസിറ്റീവോ നെഗറ്റീവോ അല്ല ആറ്റം. അത് ന്യൂട്രൽ, അതിനൊരു ചാർജും ഇല്ല. അങ്ങനെ ഒരാൾക്ക് ഒരു ചാർജും ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അതിലുള്ള പോസിറ്റീവ് നമ്പർ നമ്മൾ പറയില്ല പ്രോട്ടോൺസിൻ്റെയും നെഗറ്റീവായിട്ടുള്ള ന്യൂട്രോൺസിൻ്റെയും നമ്പർ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ പ്രോട്ടോൺസിൻ്റെ നമ്പർ കൂടിയാൽ അവിടെ എന്ത് ചാർജ് വരും? പ്രോട്ടോൺസ് എന്ന പോസിറ്റീവ് ചാർജ്. ഇനി ന്യൂട്രോൺസിൻ്റെ നമ്പറാണ് കൂടുതലെങ്കിൽ വെച്ചാൽ അവിടെ നെഗറ്റീവ് ചാർജ് വരും. സോ ആറ്റം ആസ് സച്ച് ഇസ് എ ന്യൂട്രൽ. ആറ്റം ഒരു ചാർജ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. സോ എന്തായിരിക്കണം? അതിലുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പറും ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യം, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ഇസ് ഈക്വൽ. ഒരാറ്റത്തിലെ പ്രോട്ടോൺസിൻ്റെ നമ്പറും ഇലക്ട്രോൺസിൻ്റെ നമ്പറും ഈക്വലാണ്. ന്യൂട്രോൺസ് ഹാവ് നത്തിങ് ടു ഡു ഇൻ ദാറ്റ്. കാരണം ന്യൂട്രോൺസ് ന്യൂട്രൽ അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജും കൂടാൻ പാടില്ല, നെഗറ്റീവ് ചാർജും കൂടാൻ പാടില്ല. ഇൻ എൻ ആറ്റം ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അത് മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കുക, എളുപ്പമല്ലേ ചിന്തിക്കുക. ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രലാണ്. ന്യൂട്രൽ ആവണമെങ്കിൽ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും നമ്പർ സെയിം ആയിരിക്കണം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടോൺസ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോൺസ് ആണ്. സോ നമ്പർ ഓഫ്. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, വാട്ട് ഈസ് ആറ്റോമിക് നമ്പർ? എന്താണ് ആറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ ഇസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. അതായത് ആറ്റത്തിലുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പറിനെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഇസ് കോൾഡ് ആസ് ദി atomic number. So what is mass number? Mass number is the sum of the protons and neutrons. It is the sum of the protons and neutrons in an atom is called as the mass number. അതായത് ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തിൻ്റെ സമ്മാണ്? പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മാണ്. പ്രോട്ടോൺസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണിൻ്റെ നമ്പർ കണ്ടുപിടിക്കാം. കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഒരാളെയും കൂടെ പറഞ്ഞേക്കാലോ, മോളിക്യൂൾസ്. വാട്ട് ഈസ് എ മോളിക്യൂൾ? Molecule is formed when two or more atoms are joined by a chemical bond. A molecule is formed when two or more atoms are combined by a chemical bond. ഇതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വന്നു, ഇതന്നെയല്ലേ കോമ്പൗണ്ട് എന്ന് പറഞ്ഞത് അല്ലേ. കോമ്പൗണ്ടിൽ എന്ന് പറഞ്ഞാൽ അതായത് കോമ്പൗണ്ട് ഇസ് ഫോം വെൻ ടു ഓർ മോർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോമ്പൗണ്ട്. സിമിലർ ആയിട്ടുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ മോളിക്യൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു? കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞു, വാട്ട് ഇസ് എ മാറ്റർ എന്ന് പറഞ്ഞു. മാറ്ററിനെ പറഞ്ഞു നമ്മൾ വി ആർ ക്ലാസിഫൈങ് മാറ്റർ ഇൻ ടു 2 types എന്ന് പറഞ്ഞു.
എന്തൊക്കെയായിരുന്നു മാറ്ററിനെ ക്ലാസിഫൈ ചെയ്ത മിക്സ്ചേഴ്സ് ആൻഡ് പ്യൂർ സബ്സ്റ്റൻസ്. പിന്നെ നമ്മൾ മിക്സ്ചേഴ്സിനെ പറ്റി പഠിച്ചു, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. പ്യൂർ സബ്സ്റ്റൻസ് നമ്മൾ എലിമെൻറ്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തു. എലിമെൻറ്റ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു, മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. പിന്നെ കോമ്പൗണ്ട്സ് പറഞ്ഞു. പിന്നെ ഫൈനലി നമ്മൾ മോളിക്യൂൾസിനെ പറ്റിയിട്ടും പറഞ്ഞു. ഇത്രയും ബേസിക് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യണം. ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് റഫായിട്ട് കേൾക്കുക. അതായത് ഇരുന്ന് പഠിക്കുകയല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്തെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഒരു കുട്ടി നോട്ട്സ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് വെച്ചേക്കുക. ഒന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ എപ്പോഴും എഴുതുമ്പോൾ വാരി വലിച്ച് എഴുതരുത്. എഴുതുന്ന കാര്യങ്ങൾ പോയിൻ്റായിട്ട് എഴുതുക. നമുക്കത് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നും. ഡിഫറെൻറ്റ് കളർ പെൻസ് വെച്ചിട്ട് എഴുതുക. അതായത് ഇപ്പം ഫസ്റ്റ് ടോപ്പിക്ക് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എലിമെൻറ്റ്സ്. അപ്പോൾ എലിമെൻറ്റ്സ് ചെയ്തപ്പോൾ റെഡ് പെൻ ഉണ്ട്. എന്നിട്ട് എലിമെൻറ്റ്സിൻ്റെ പോയിൻറ്റ്സ് ആക്കിയിട്ട് സ്റ്റാർ മാർക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ #, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ വായിക്കാൻ തോന്നും. ഇത് പാരഗ്രാഫ് കണക്കിന് എലിമെൻറ്റ് കോമ്പൗണ്ട് അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് പഠിക്കാനേ തോന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടും ഈസി ആയിട്ട് പോയിൻ്റ് വൈസ് എഴുതിയാൽ ഒരു എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് ആ പേജ് മറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഇന്ന കാര്യങ്ങളാണെന്ന് ഓർമ്മ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ ഇതോടെ തീരുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ബുക്കും പെന്നൊക്കെ ആയിട്ട് വരിക. കാരണം വി നീഡ് ബുക്ക് ആൻഡ് പെൻ കമ്പൽസറി, ബിക്കോസ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ട് തന്നെ പഠിക്കണം. അല്ലാതെ വെറുതെ ബൈ ഹാർട്ട് ബുക്ക് നോക്കിയിട്ട് എനിക്കറിയാമെന്ന് വിചാരിച്ചാൽ കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ല. റൈറ്റ് ആൻഡ് ലേൺ, അതേ ഉള്ളൂ ടെക്നിക്ക്. എഴുതി പഠിച്ചാൽ തന്നെ ഓർമ്മയുണ്ടാവുള്ളൂ. സോ ഓക്കെ.